നമസ്കാരം. ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് ലഷ്കർ ഇ തോയ്ബയും ഹിസ്ബുൾ മുജാഹിദീനും അവരുടെ ടെറർ ഹെഡ്ക്വാർട്ടേഴ്സുകൾ പാകിസ്ഥാനിലെ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റിയിരിക്കുന്നു. നിലവിൽ പാക് അധീന കാശ്മീരിലുള്ള ഭഗവൽപൂരിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ആസ്ഥാനങ്ങൾ ഖൈബർ പഖ്തുൻഖ്വ മേഖലയിലേക്ക് മാറ്റുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് ഈ ഭീകര സംഘടനകളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ മറ്റൊരു മേഖലയിലേക്ക് മാറ്റാൻ, പാക് അധീന കാശ്മീരിൽ നിന്ന് മാറ്റാൻ പാകിസ്ഥാൻ സൈനിക നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ആസ്ഥാനങ്ങൾ മാറ്റുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നൽകുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഇന്ത്യയുടെ പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനെത്തിയ 28 വിനോദസഞ്ചാരികളെ പാകിസ്ഥാനിന്റെ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി വന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകരന്മാർ വളരെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തി. അതിൽ മതം തിരഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം. ഇതിനു പിന്നാലെ ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനെ തിരിച്ചടിച്ചു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലുള്ള ഭഗവൽപൂരായിരുന്നു പ്രധാനമായും ഈ ഭീകര സംഘടനകളുടെ ആസ്ഥാനവും അവരുടെ ട്രെയിനിങ് സെന്ററും ഒക്കെ. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ രാത്രിക്ക് രാത്രി ആക്രമിച്ച് തകർത്തു. മസൂദ് അസർ അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തലവന്മാർ, മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ എല്ലാത്തിനെയും ഇന്ത്യൻ സൈന്യം കാലപുരിക്കയച്ചു. അങ്ങനെ ഒരാക്രമണം ഒരിക്കലും പാകിസ്ഥാൻ സൈന്യമോ പാകിസ്ഥാൻ ഭരണകൂടമോ ഈ ഭീകര സംഘടനകളോ ഓർത്തിരിക്കില്ല. അതിന് പിന്നാലെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ഈ മസൂദ് അസറിന്റെ കുടുംബത്തെ മുഴുവൻ ഇന്ത്യ ഇല്ലായ്മ ചെയ്തു എന്ന് തുറന്ന് സമ്മതിച്ചത്. പാകിസ്ഥാനിലെ ഒരു തുറന്ന പരിപാടിയിൽ, ഭീകര സംഘടന നടത്തിയ ഒരു പരിപാടിയിലാണ് പാകിസ്ഥാൻ സൈന്യം പറഞ്ഞിടത്തെല്ലാം തന്നെ ഞങ്ങൾ സ്ഫോടനം നടത്തി, ഞങ്ങൾ ഇന്ത്യയിൽ സ്ഫോടനം നടത്തി, കാഠ്മണ്ഡുവിൽ സ്ഫോടനം നടത്തി, ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം പറഞ്ഞിടത്ത് ഞങ്ങൾ സ്ഫോടനം നടത്തി. എന്നിട്ടും ഞങ്ങളുടെ നേതാവായ മസൂദ് അസറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇന്ത്യൻ സൈന്യം രാത്രിക്ക് രാത്രി ബോംബിട്ട് തകർത്തപ്പോൾ, ബോംബിട്ട് വധിച്ചപ്പോൾ ഒന്ന് അനങ്ങാൻ പോലും പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്ന് വിലപിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു നേതാവാണ്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോട്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് ഇന്ത്യയിലടക്കം ഈ ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനുമൊക്കെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത്. അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഭീകര സംഘടനകളുടെ ആസ്ഥാനം മാറ്റുന്ന നടപടി. പാക് അധീന കാശ്മീരിലേക്ക് ഇനിയും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഈ ഭീകര സംഘടനകൾക്കറിയാം. 2 ദിവസം മുമ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായാണ് നിർത്തിവെച്ചത്. ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ വീണ്ടും പുനരാരംഭിക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് 2 ദിവസം മുമ്പാണ്. അതിനുശേഷം ഭയപ്പാടോടുകൂടിയാണ് പാകിസ്ഥാൻ സൈന്യവും ഈ ഭീകര സംഘടനകളും കഴിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരം വരുന്നു. ഭഗവൽപൂരിൽ നിന്ന്, പാക് അധീന കാശ്മീരിൽ നിന്ന് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ആസ്ഥാനങ്ങൾ മാറ്റുകയാണ്. അത് ഖൈബർ പഖ്തുൻഖ്വ മേഖലയിലേക്ക് മാറ്റുകയാണ്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ശക്തിയുണ്ട്, BLA, ബലൂജ് ലിബറേഷൻ ആർമി. ആ ബലൂജ് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ നിന്ന് ഖൈബർ പഖ്തൂൺ മേഖലയിലേക്ക് നേരത്തെ മുന്നേറിയിരുന്നു. ആ മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയാണെന്നുള്ള ധാരണയിലാണ് ഈ ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും ഇപ്പോൾ തങ്ങളുടെ ആസ്ഥാനങ്ങൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്ത്യയുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പാക് സൈന്യത്തിന്റെയും പാക് ഭരണകൂടത്തിന്റെയും സഹായത്തോടു കൂടിയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, ആസ്ഥാന മന്ദിരങ്ങൾ നിർമ്മിക്കുന്നത്, അവിടെ ട്രെയിനിങ് സെന്ററുകൾ നിർമ്മിക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലെ നിരവധി പ്രദേശങ്ങളാണ് ഈ 2 ഭീകര സംഘടനകൾക്കും അതുപോലെ ജമാഅത്തെ ഉലമ തുടങ്ങിയ മറ്റു ചില അനുബന്ധ ഭീകര സംഘടനകൾക്കുമായി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഭീകര സംഘടനകൾക്ക് വേണ്ടി ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് തന്നെ പാകിസ്ഥാൻ ഭരണകൂടം ചെയ്തു നൽകുന്നു. ഭീകര സംഘടനകളെ ഇന്ത്യയുടെ കൺവെട്ടത്ത് നിന്ന്, ഇന്ത്യയുടെ സൈന്യത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന്
ഒളിച്ച് താമസിപ്പിക്കാനുള്ള പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളുടെയും ഒക്കെ ഭീകരന്മാരെ ഇനിയും ഇന്ത്യൻ സൈന്യത്തിന് വിട്ടുകൊടുക്കാതെ, ഇന്ത്യൻ സൈന്യത്തിന്റെ തോക്കിൻ മുനയിൽ അവരുടെ തല ചിതറാതെ ഈ ഒരു കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒതുക്കി സംരക്ഷിക്കുന്നത് പോലെ പാകിസ്ഥാൻ ഭരണകൂടം അവശേഷിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകരന്മാരെ ഇങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും പാകിസ്ഥാനിന്റെ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി വന്ന ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകരന്മാർ വളരെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തി. അതിൽ മതം തിരഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം. ഇതിനു പിന്നാലെ ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനെ തിരിച്ചടിച്ചു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. പാകിസ്ഥാനിലെ പാക്കധീന കാശ്മീരിലുള്ള ഭഗവൽപൂർ ആയിരുന്നു പ്രധാനമായും ഈ ഭീകര സംഘടനകളുടെ ആസ്ഥാനവും അവരുടെ ട്രെയിനിങ് സെന്ററും ഒക്കെ. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ രാത്രിക്ക് രാത്രി ആക്രമിച്ച് തകർത്തു. മസൂദ് അസർ അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തലവന്മാർ, മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ എല്ലാത്തിനെയും ഇന്ത്യൻ സൈന്യം കാലപുരിക്കയച്ചു. അങ്ങനെ ഒരാക്രമണം ഒരിക്കലും പാകിസ്ഥാൻ സൈന്യമോ പാകിസ്ഥാൻ ഭരണകൂടമോ ഈ ഭീകര സംഘടനകളോ ഓർത്തിരിക്കില്ല. അതിന് പിന്നാലെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ഈ മസൂദ് അസറിന്റെ കുടുംബത്തെ മുഴുവൻ ഇന്ത്യ ഇല്ലായ്മ ചെയ്തു എന്ന് തുറന്ന് സമ്മതിച്ചത്. പാകിസ്ഥാനിലെ ഒരു തുറന്ന പരിപാടിയിൽ, ഭീകര സംഘടന നടത്തിയ ഒരു പരിപാടിയിലാണ് പാകിസ്ഥാൻ സൈന്യം പറഞ്ഞിടത്തെല്ലാം തന്നെ ഞങ്ങൾ സ്ഫോടനം നടത്തി, ഞങ്ങൾ ഇന്ത്യയിൽ സ്ഫോടനം നടത്തി, കാഠ്മണ്ഡുവിൽ സ്ഫോടനം നടത്തി, ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം പറഞ്ഞിടത്ത് ഞങ്ങൾ സ്ഫോടനം നടത്തി. എന്നിട്ടും ഞങ്ങളുടെ നേതാവായ മസൂദ് അസറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇന്ത്യൻ സൈന്യം രാത്രിക്ക് രാത്രി ബോംബിട്ട് തകർത്തപ്പോൾ, ബോംബിട്ട് വധിച്ചപ്പോൾ ഒന്ന് അനങ്ങാൻ പോലും പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്ന് വിലപിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു നേതാവാണ്. ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ വരുന്നു. ഇന്ത്യയെ ഭയന്നുകൊണ്ട് കിടപ്പാടം വിട്ട് ഓടുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകരന്മാർ. ഇവരെ പർവ്വതങ്ങൾക്ക് താഴ്വാരത്തുള്ള വലിയ വലിയ ഗോഡൌണുകളിൽ, വലിയ വലിയ കിടങ്ങുകളിൽ സംരക്ഷിച്ചു നിർത്തുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം.